Dear students, second year DFE course Unit 1 Maintain Healthy Performance of Livestock adile അഞ്ചാമത്തെ സെഷൻ Management Interventions to Maintain Health and Productivity of Livestock എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കന്നുകാലി വളർത്തൽ മേഖല ലോകത്തിൽ തന്നെ മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്ന ഒന്നാണ്. കന്നുകാലികളുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എരുമകളുടെ എണ്ണമാണ്. 56.7% എരുമകളും 12% പശുക്കളും 20.4% ആടുകൾ ഉൾപ്പെടെയുള്ള സ്മോൾ റൂമിനൻസും 2.4% ഒട്ടകങ്ങളും 1.4% കുതിരകളും 1.5% പന്നികളുമാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 58% ജനങ്ങളും കന്നുകാലി വളർത്തൽ ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തവരാണ്. കന്നുകാലി വളർത്തൽ മേഖല 4.11% മൊത്തം ഗാർഹിക ഉൽപ്പന്നം സംഭാവന ചെയ്യുന്നു. ലെ കന്നുകാലി സെൻസസ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ 2012 നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പശുക്കളുടെ എണ്ണം 190.9 മില്യൺ ആണ്. അത് 2019 എത്തിയപ്പോൾ 192.29 ആയി വർദ്ധിച്ചു. വളർച്ചാ നിരക്ക് ഏകദേശം 0.83%. ലോക റാങ്കിങ്ങിൽ തന്നെ 2ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. എരുമകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 2012 108.7 മില്യൺ ആണ്. അത് 2019 എത്തിയപ്പോൾ 109.85 മില്യണായി വർദ്ധിച്ചിരിക്കുന്നു. വളർച്ചാ നിരക്ക് 1.06%. ലോക റാങ്കിങ്ങിൽ തന്നെ 1ാമതായി എരുമകളുടെ എണ്ണം നിൽക്കുന്നു. ആടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2012 135.17 മില്യൺ ഉണ്ടായിരുന്നു. അത് 148.88 മില്യണായി 2019 വർദ്ധിച്ചു. ലോക റാങ്കിങ്ങിൽ ആടുകളുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാമതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്മുടെ നിലവിലുള്ള ജനങ്ങൾ, എത്രത്തോളം ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കന്നുകാലി വളർത്തൽ മേഖലയിൽ വ്യാപൃതരായിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കാം. ഏകദേശം 20.5 ദശലക്ഷം ജനങ്ങൾ കന്നുകാലി വളർത്തൽ മേഖല അവരുടെ ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചെറു കുടുംബങ്ങളുടെ ഏകദേശം 16% വരുമാനം ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ ഏകദേശം 2/3 വിഭാഗം ജനങ്ങളും കന്നുകാലി വളർത്തൽ മേഖല അവരുടെ ഉപജീവന മാർഗമായി സ്വീകരിച്ചവരാണ്. അപ്പം മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടത്തെ കന്നുകാലി വളർത്തൽ മേഖല വളരെ അധികം പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ കൂടുതൽ പുരോഗതി നേടണമെങ്കിൽ നമുക്ക് അതിൽ ചില ഇടപെടലുകൾ നടത്തണം. നമുക്ക് ഇപ്പോഴുള്ള പാൽ ഉൽപാദനം എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ലഭിക്കുന്ന പാലിന്റെ അളവ്, പ്രസന്റ് മിൽക്ക് പ്രൊഡക്ഷൻ 155 മില്യൺ ടൺ ആണ്. 2020 191 മില്യൺ ടണ്ണാണ് നമ്മൾ ഉയർത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സങ്കര ഇനത്തിൽപ്പെട്ട ഒരു പശുവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി പാൽ ഉൽപാദനം 7.33 കിലോഗ്രാം. അതേസമയം നാടൻ പശുക്കളുടെ പാൽ ഉൽപാദനം 3.4
41 കിലോഗ്രാമാണ് പ്രതിദിനം. ബഫലോസിന്റെ അതായത് എരുമകളുടെ ശരാശരി പാൽ ഉൽപാദനം 5.76 കിലോഗ്രാമാണ് പ്രതിദിനം. ഇന്റർവെൻഷൻസ്. എന്തൊക്കെ ഇടപെടലുകൾ നടത്തിയാൽ നമ്മുടെ കന്നുകാലി മേഖല ഉന്നതിയിലേക്ക് എത്തുമെന്ന് നോക്കാം. ഇന്റർവെൻഷൻ ഇൻ ബ്രീഡിംഗ് ടെക്നോളജീസ്, ഇന്റർവെൻഷൻ ഇൻ ന്യൂട്രീഷൻ, intervention in management, intervention in health technologies, intervention in dairy technologies, intervention in sustainable farming systems, intervention in activities of dairy agencies. ഈ 7 പോയിന്റാണ് ഇനി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇന്റർവെൻഷൻസ് ഇൻ ബ്രീഡിംഗ് ടെക്നോളജീസ്, അതായത് പ്രജനന രീതികളിൽ സാങ്കേതിക പരിജ്ഞാനം കൂട്ടണം. ഇതിൽ ആദ്യത്തെ പോയിന്റ് അഡോപ്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓർ AI. കൃത്രിമ ബീജസങ്കലനം വഴി ഗുണമേന്മയുള്ള കന്നുകുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. നിലവിലെ സാഹചര്യത്തിൽ 30% കന്നുകാലികൾ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കവറേജിൽ ഉൾപ്പെടുന്നുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പ്രോപ്പർ ഹീറ്റ് ഡിറ്റക്ഷൻ. കൃത്യസമയത്ത് മതിലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുക. നെക്സ്റ്റ് പോയിന്റ് ഒപ്റ്റിമം ഏജ് അറ്റ് ഫസ്റ്റ് കാവിംഗ്. ശരിയായ രീതിയിൽ വളർത്തിയെടുക്കുന്ന കിടാരികൾ മതിലക്ഷണങ്ങൾ കൃത്യസമയത്ത് കാണിക്കുന്നു. സങ്കര ഇനത്തിൽപ്പെട്ട കിടാരിയാണെങ്കിൽ ഏകദേശം 1.5 വയസ്സ് പ്രായമാകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താം. ആദ്യത്തെ കുഞ്ഞുണ്ടാവാൻ പറയുന്ന പ്രായം നാടൻ പശുക്കളിലാണെങ്കിൽ 3 വയസ്സ് പ്രായമാകുമ്പോഴും സങ്കര ഇനത്തിൽ പെടുന്ന കാറ്റിലാണെങ്കിൽ 2 വയസ്സ് പ്രായമാകുമ്പോഴും എരുമകളിൽ ആണെങ്കിൽ 3.5 വയസ്സ് പ്രായമാകുമ്പോഴുമാണ് ഏറ്റവും ഉചിതമായ സമയം. ഇന്റർവെൻഷൻ ഇൻ ന്യൂട്രീഷൻ, അതായത് പോഷകാഹാര രീതികളിൽ എന്തൊക്കെ ഇടപെടലുകൾ നടത്താം. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ബാലൻസ്ഡ് റേഷൻ. മൊത്തം പാൽ ഉൽപാദനത്തിന്റെ ഏകദേശം 50 മുതൽ 60% തീറ്റയുടെ ചെലവാണ്. കന്നുകാലികളുടെ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും സമീകൃത ആഹാരം നൽകാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കൃത്യമായ അളവിൽ പോഷകങ്ങൾ തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് ഒരു പശുവിന്റെ വളർച്ച നല്ല നിലയിൽ മുന്നോട്ട് പോകും. ട്രാൻസിഷൻ പീരിയഡ്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തീറ്റ സമ്പ്രദായ രീതിയിൽ നടപ്പിൽ വരുത്തുക. നെക്സ്റ്റ് പോയിന്റ് ഫീഡിംഗ് ബൈപാസ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ബൈപാസ് ഫാറ്റും പ്രോട്ടീനും നൽകുന്നത് വഴി പാലിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നു, ഉൽപാദനവും വർദ്ധിക്കുന്നു. ഫാറ്റും SNFും കൃത്യമായ അളവിൽ ലഭിക്കുന്നു. യൂറിയ മൊളാസസ് മിനറൽ ബ്ലോക്ക്. തീറ്റപ്പുൽ ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ യൂറിയ മൊളാസസ് മിനറൽ ബ്ലോക്ക് തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തത് മിനറൽ മിക്സ്ചർ ഫീഡിംഗ്. ധാതുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ അകറ്റാൻ മിനറൽ മിക്സ്ചർ ഫീഡിംഗ് അനുയോജ്യമാണ്. ഓരോ പ്രദേശങ്ങളിലും ഓരോ മിനറൽസ് ആയിരിക്കും കുറവായിട്ടുണ്ടാവുക. അതേതാണെന്ന് കണ്ടുപിടിച്ച് അതിനു വേണ്ട നടപടികൾ ചെയ്യുക. അടുത്ത പോയിന്റ് അസോള ഫീഡിംഗ്. അസോള തീറ്റയായിട്ട് നൽകുന്നത് വഴി പ്രോട്ടീൻസിന്റെയും മിനറൽസിന്റെയും
തോത് കൂടുകയും കന്നുകാലികളുടെ വളർച്ചയെ കൂട്ടുകയും ചെയ്യുന്നു. ഇന്റർവെൻഷൻ ഇൻ മാനേജ്മെന്റ്, പരിപാലന രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഹൗസിംഗ്, പാർപ്പിടം. വായുവും വെളിച്ചവും കയറുന്ന രീതിയിലുള്ള ഷെഡുകൾ പശുക്കൾക്കായി നിർമ്മിക്കണം. അനിമൽസിന്റെ പെർഫോമൻസ് കൂട്ടുവാൻ വേണ്ടി അവയുടെ പരിസരം എപ്പോഴും നന്നായി സൂക്ഷിക്കണം. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ, ശുദ്ധമായ പാലുൽപാദനം. ശുദ്ധമായ പാലുൽപാദനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൃഗത്തിന്റെ ശുചിത്വം, കറവക്കാരന്റെ വ്യക്തി ശുചിത്വം, പരിസരത്തിന്റെ ശുചിത്വം, അതുപോലെ തന്നെ കറക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നല്ല വൃത്തിയുള്ളതായിരിക്കണം എന്നീ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് വേസ്റ്റ് മാനേജ്മെന്റ്, മാലിന്യ സംസ്കരണം. ചാണകവും മറ്റു മാലിന്യങ്ങളും സമയാസമയങ്ങളിൽ നീക്കുകയും കൃത്യമായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യണം. അടുത്തതായി പറയാൻ പോകുന്ന പോയിന്റ് ഇന്റർവെൻഷൻസ് ഇൻ ഹെൽത്ത് ടെക്നോളജീസ്, ആരോഗ്യ പരിപാലന രംഗത്തെ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മാസ്റ്റൈറ്റിസ് കൺട്രോൾ, അകിടുവീക്കം പോലുള്ള രോഗങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ മൂലം അകിടുവീക്കം ഉണ്ടാകാം. അകിടുവീക്കം വന്നാൽ പശുവിന്റെ ഉൽപാദനശേഷി കുറയുന്നു. അതുമൂലം കർഷകന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം. അതിനാൽ തന്നെ അകിടുവീക്കം വരാതെ സൂക്ഷിക്കുക. വന്നാൽ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് വാക്സിനേഷൻ ആൻഡ് ഡീവേമിംഗ്, രോഗപ്രതിരോധ കുത്തിവെപ്പ് കൃത്യസമയങ്ങളിൽ നടത്തണം. ഫസ്റ്റ് ഇയർ പോർഷനിൽ നമ്മൾ വാക്സിനേഷൻ ഷെഡ്യൂൾ പഠിച്ചതാണല്ലോ. ബാക്ടീരിയൽ ഡിസീസിനും വൈറൽ ഡിസീസിനും എതിരായിട്ട് വാക്സിനേഷൻ ഉണ്ട്. അവ കൃത്യസമയങ്ങളിൽ എടുക്കുക. അതുപോലെ തന്നെ വിരയ്ക്കുള്ള മരുന്നും സമയാസമയങ്ങളിൽ നൽകണം. അടുത്തത് ഡയറി ടെക്നോളജി ഇന്റർവെൻഷൻസ്. ക്ഷീരോത്പാദന മേഖലയിൽ വിവിധങ്ങളായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മിൽക്ക് ക്വാളിറ്റി ആൻഡ് കോമ്പോസിഷൻ, അതായത് പാലിൻ്റെ ഗുണമേന്മയും ഘടനയും പ്രാധാന്യം അർഹിക്കുന്നു. കൃത്യമായ അളവിൽ ഫാറ്റും SNF-ഉം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൂടുതലായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. വിവിധങ്ങളായ മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ കർഷകന് നല്ല ലാഭം ലഭിക്കുന്നു. പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈര്, നെയ്യ്, വെണ്ണ, പാൽക്കട്ടി, പേട എന്നിവയ്ക്ക് മാർക്കറ്റിൽ നല്ല വില ലഭിക്കും. അഡോപ്ഷൻ ഓഫ് സസ്റ്റൈനബിൾ ഫാമിംഗ് സിസ്റ്റംസ്, സുസ്ഥിര കാർഷിക സമ്പ്രദായത്തിൽ ഊന്നൽ നൽകണം. ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷിരീതി അവലംബിക്കണം. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, സംയോജിത കൃഷിരീതി അവലംബിക്കണം. അതുകൂടാതെ മറ്റ് ഡയറി ഏജൻസികളുടെ സഹായം തേടാം. മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായ മിൽമ പോലുള്ളവരുടെ സഹായത്തോടുകൂടി കർഷകന് പാല് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കുന്നു.